എൻ്റെ പേര് ദീപ. എൻ്റെ സ്ഥലം പല്ലശ്ശന പാലക്കാടാണ്. ഈ വരുന്ന നവംബർ 30-ന് മേലേക്കോടക്കാട് കല്യാണമാണ്. തങ്ങളുപ്പാൻ്റെ നേതൃത്വത്തിലാണ് ഞങ്ങളുടെ കല്യാണം നടക്കുന്നത്. എല്ലാവരും ഞങ്ങളുടെ കല്യാണത്തിന് വരണം. തങ്ങളുപ്പായ്ക്കും ഞങ്ങൾക്കും വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കാം. അസ്സലാമു അലൈക്കും. അപ്പം നമ്മൾ നൂറ ഹബീബ് കല്യാണത്തിൽ പെട്ടൊരു കുട്ടീനെ നമ്മൾ പരിചയപ്പെട്ടു കേട്ടോ. മോളെ പേരെന്താ? ഫർഷാന. എവിടുന്നാണ്? തുറപ്പള്ളി. അത് ശരി. അപ്പോൾ ഈ നൂറ ഹബീബിന്റെ കല്യാണത്തിനെ കുറിച്ച് ഇങ്ങനെ കേട്ടിക്കണോ? അതൊക്കെ എങ്ങനെയാണ് ഇപ്പൊ ഇത്? ഞാൻ കേട്ടിട്ടൊന്നുമില്ല. ഇവിടെ കഥ വരില്ലേ, ആ താത്ത ഇങ്ങനെ പറഞ്ഞു തങ്ങളിങ്ങനെ പാവപ്പെട്ട സഹായിക്കും അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിക്കണ്. തങ്ങളൊന്ന് കാണണമെന്നൊരു പൂതി കൊറേ പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ ഈ സ്ഥലത്ത് പറ്റി ഇരുന്ന് കേൾക്കുന്ന കൊണ്ട് കൊറേ സമാധാനം ഉണ്ട്. പിന്നെ ഇപ്പാക്കും ഉമ്മാക്കും ഇപ്പൊക്കെ പണിയിൽ ഇങ്ങനെ കൊറേ വർക്കത്ത് ഇട്ടിരിക്കണ്. കൊറേ കുഴപ്പമില്ല. പിന്നെ ഹബീബിന്റെ ഒരു സംഭവം തന്നെ പൊളിയാ. അതല്ലേ ഉപ്പാക്ക് എന്ത് ജോലി പറഞ്ഞത്? ഉപ്പാക്ക് ആക്രിപ്പണിയാണ്. ആക്രിപ്പണി. ഉമ്മ അങ്ങനെ ഹോട്ടലിൽ വെച്ചുണ്ടാക്കാൻ പോകും. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണല്ലേ ജീവിതമൊക്കെ. അപ്പോൾ എന്തായാലും ഈ ഒരു കല്യാണം ഇങ്ങനെ ഒരു ഓഫർ കിട്ടിയപ്പോൾ നല്ലൊരു ഭാഗ്യമായില്ലേ? കാരണം ഡ്രസ്സും നിങ്ങൾക്കുള്ള ഗോൾഡ് ഇപ്പം എത്ര? ശരി. ശരി. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ 4-5 പവനൊക്കെ ആയിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം 20 കുട്ടികളുണ്ടല്ലോ അല്ലേ? 20 കുട്ടികളെ ഒരുമിച്ച് അങ്ങനല്ലേ? അത്ര 3-4 പവനെ കൊടുത്ത് കെട്ടിക്കാന്നല്ലോ. അത് വലിയൊരു കാര്യം തന്നെയല്ലേ? അതെ. അതെ. അത് ശരി. എന്താ കല്യാണം ചെക്കനെന്താ ജോലി പറഞ്ഞത്? കാർ പെയിന്റിങ്. ശരി. അപ്പോൾ ഇനിയിപ്പോൾ 30-ാം തീയതി നിക്കാഹ് കഴിഞ്ഞാൽ ഓരോ വീട്ടിലേക്ക് പോവോ? 21-ാം തീയതി. എന്തിനാ പഠിക്കണേ? ഞാൻ പ്ലസ് ടു വരെ. 18 ഇല്ല, 18 വയസ്സാലേ? ശരി. മാഷാ അല്ലാഹ്. എന്തായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ജീവിതത്തിൽ ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. ഇതെല്ലാം കാണാൻ കഴിഞ്ഞ വലിയ സന്തോഷം. ഫർഷാന, കല്യാണം നോക്കി തുടങ്ങിയിരുന്നോ? 18 ആയിട്ടുള്ളല്ലോ അല്ലേ ഇപ്പോൾ? ഇപ്പൊ പിന്നെ ഗോൾഡിനൊക്കെ നല്ല റേറ്റ് ആയതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടായിരിക്കും. എവിടെ കിട്ടിയാലും പോകണം എന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്നു. ഞാൻ നൂറ ഹബീബ് തങ്ങൾ ഇങ്ങനെ ചെയ്യേണ്ട കാരണം താത്ത ഒന്ന് വിളിച്ചു പറഞ്ഞു. എങ്ങനെയാ പറഞ്ഞു തങ്ങളിങ്ങനെ ഞങ്ങൾക്ക് ആയിട്ട് ഇങ്ങനെ കഷ്ടപ്പെടാൻ ഭയങ്കര ഇടങ്ങാറുണ്ട്. തങ്ങളിൽ നല്ല ആയുസ് നീട്ടി കൊടുക്കണം. തങ്ങൾക്കടി എന്നും ദുആ ചെയ്യും ഇൻഷാ അല്ലാഹ്. അപ്പൊ ഒരുപാട് കുട്ടികൾക്ക് മംഗല്യഭാഗ്യം ഒരുക്കി തരണം. ഒരുപാട് മുസ്ലിംസും ആയിട്ട് 20ഓളം കുട്ടികളില്ല. ഇപ്പൊ 75 കുട്ടികളെ എന്താ കുട്ടികളെ കല്യാണം ആയല്ലോ. ഇതിപ്പോ തന്നെ ഇനി അടുത്ത 2 മാസം കഴിഞ്ഞിട്ട് ഇനിയും ഉണ്ട് 20 ആളുടെ എന്നൊക്കെ പറഞ്ഞു കേട്ടത്. എന്തൊക്കെ തന്നെയാലും ദുആ ചെയ്യാം ഇൻഷാ അല്ലാഹ്. എങ്ങനെയാണ് അറിഞ്ഞത്? ഞങ്ങള് ഇങ്ങനെ ഞങ്ങളുടെ ഒരു പരിചയമുള്ള ഒരു കല്യാണം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ യൂട്യൂബ് നോക്കിയപ്പോൾ അതിന് മുന്നേ യൂട്യൂബ് നോക്കിയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന സ്ഥലമാണ് ഒന്നും അറിയില്ല. പിന്നെ അവരെ കല്യാണം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇന്ന സ്ഥലമാണ് എന്നൊക്കെ പറഞ്ഞു. ചേച്ചിൻ്റെ സ്ഥലം മലമ്പുഴ അല്ലേ? അപ്പോൾ ഇത്രയും വലിയൊരു കാര്യം ചെയ്യുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. എവിടേക്ക് മോളെ കല്യാണം കഴിച്ചോളൂ? സന്തോഷമല്ലേ നിങ്ങള്? പൂർണ്ണ സന്തോഷം. ഇതിൽ ആരും നിങ്ങളെ പ്രസ് ചെയ്തിട്ടോ നിർബന്ധിച്ചിട്ടോ ഒന്നും അല്ലല്ലോ. നിങ്ങൾ സ്വമേധയാ വന്നത് തന്നെയല്ലേ? കഴിവില്ലാഞ്ഞിട്ട്. ഏട്ടൻ അതെ അല്ലേ? ഇനിയിപ്പോൾ ഇവളുടെ അവസ്ഥയും കൂടെ ഇതായില്ലേ? എന്തായാലും തങ്ങളിപ്പോൾ എന്തായാലും ഏറ്റെടുത്തല്ലോ. ഇപ്പോൾ എപ്പോഴാണ് കല്യാണം? നമുക്ക് എല്ലാവരും വിളിക്കാമല്ലോ, ക്ഷണിക്കാമല്ലോ. അപ്പോൾ ചേച്ചി ഒന്ന് പറഞ്ഞോ എപ്പോഴാണെന്നുള്ളത്? കല്യാണം 30-ാം തീയതിയാണ്. നവംബർ 30-നാണ് കല്യാണം. ഞങ്ങളെ വീട്ടിൽ ചെറിയൊരു ഫംഗ്ഷൻ വെച്ചിരിക്കുന്നത് 1-ാം തീയതിയാണല്ലേ? ഓ പിന്നെ 4 ദിവസം 4-ാം പുറപ്പടിയില്ലേ? അല്ല, പിറ്റേ ദിവസം 1-ാം തീയതി അല്ലേ? ശരി ചേച്ചാ.